ഹസ്ബൻഡ് സുഖമില്ലാതെ കിടക്ക. ഈ ജോലി പോയാൽ മക്കള് പട്ടിണിയാവും. അതെ, അതൊക്കെ നേരത്തെ ഓർക്കണമായിരുന്നു. ശ്യാമേ, ഇതിനൊരു പരിഹാരം കാണും. ആദ്യേട്ടാ, ശ്യാമ വിചാരിച്ച ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ശ്യാമേ, ഇതിനൊരു പരിഹാരമില്ലേ? നിന്നെ കൊണ്ടൊന്നും പറ്റില്ലേ? ആദ്യേട്ടാ, കുറച്ചൊന്ന് ക്ഷമിക്ക. നിങ്ങൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കണം. എല്ലാം ശരിയാവും. ഞാനാ പറയുന്നത്, ഉറപ്പ്. ശ്യാമയുടെ നമുക്ക് വിശ്വാസം. എനിക്കും വിശ്വാസം. എന്റെ കണ്ണന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നേരെയാവും. ശ്യാമയാ പറയുന്നത്. എന്തായാലും ഐശ്വര്യ എങ്ങനെ പെരുമാറുമെന്ന് ആരും കരുതിയില്ല. ഐശ്വര്യ അവളുടെ മമ്മി ഓഫീസിൽ ചെന്ന് ബഹളം വെക്കുകയാണെന്ന് ആദ്യം ഇപ്പൊ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ഐശ്വര്യയുടെ സ്വഭാവം ശ്യാമയ്ക്ക് നന്നായി അറിയാവുന്നതാ. എന്നിട്ടാ നമ്മൾ അവളുടെ കുഞ്ഞിന്റെ പേരിൽ എഴുതി വെച്ച പ്രോപ്പർട്ടി ഐശ്വര്യക്ക് എഴുതി കൊടുത്തത്. അതും നമ്മളോട് ആരോടും ഒരു വാക്ക് പോലും ചോദിക്കാതെ. അത് അരുണിനെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു പോയതാവും. അതാണ്. പക്ഷെ ശ്യാമയ്ക്ക് ഇത്രയും ബുദ്ധിയുള്ളോ? അതും ഐശ്വര്യയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്ന ശ്യാമ. ഈ കുടുംബത്തെ ആകെ പ്രശ്നത്തിലാക്കുകയല്ലേ ഇപ്പൊ അവള് ചെയ്തേ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഈ വീടും ഇപ്പൊ ഐശ്വര്യയുടെ പേരിലായി. ഇനി അവള് വന്ന് നമ്മളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ അപ്പ ഇറങ്ങിക്കൊടുക്കണം. അല്ലാതെ പറ്റില്ല. അമ്മ അച്ഛനെയും ഞാൻ അത്ര പെട്ടെന്നൊന്നും ഇവിടുന്ന് ഇറക്കി വിടില്ല. തൽക്കാലം ആനന്ദേട്ടൻ ആ സെറ്റിൽ നിന്ന് എഴുന്നേറ്റേ. നല്ല ക്ഷീണം. എനിക്ക് വിശാലമായിട്ടൊന്ന് ഇരിക്കണം. ഒന്ന് എഴുന്നേൽക്കച്ചാ. എന്റെ മമ്മി പറഞ്ഞത് കേട്ടില്ലേ? ഇവിടെ, അതും ആനന്ദേട്ടൻ ഇരിക്കുന്ന ഇവിടെ തന്നെ ഇരിക്കണമെന്ന് സുരഭിക്ക് എന്താ ഇത്ര നിർബന്ധം? ഇവിടെ വേറെ സ്ഥലം കിടക്കല്ലേ? അത് പിന്നെ എനിക്കിപ്പോ ഇവിടെ ഇരിക്കണം, അത്ര തന്നെ. അതെന്താന്നാ ചോദിച്ചേ? വസു, വേണ്ട. ആനന്ദേട്ടാ, ഒന്നും മിണ്ടായിരിക്കും. എന്റെ മോളുടെ പേരില ഇപ്പൊ ഈ വീട് എന്ന് പറഞ്ഞ എന്റെ സ്വന്തം വീട്. എന്റെ വീട്ടിൽ ഞാൻ എവിടെ ഇരിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഞാനാ. വേണ്ടി വന്നാ ഇപ്പൊ വസുന്ധരേച്ചിയും ആനന്ദേട്ടനെയും ആ ബെഡ്റൂമിൽ നിന്ന് പുറത്തിറക്കി ഞാനും എന്റെ മോളും അവിടെ കയറി കഴിയും. കാണോ? ശ്യാമേ, നീ പറയുന്ന എല്ലാം കേട്ടില്ലേ? ഇനി എന്താ നിനക്ക് മറുപടി പറയാനുള്ളേ? ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ശ്യാമ കാരണം ഓഫീസിൽ ഇവർ തമ്മിൽ പൊരിഞ്ഞടി. സുരഭി പറയുന്നത് ശരിയാ. ഇതിപ്പോ അവരുടെ മോളുടെ വീടല്ലേ?
മറ്റാരോടും ചോദിച്ചില്ല എന്നുള്ളത് പോട്ടെ. ഈ വീട് സ്വത്തുമെല്ലാം ഐശ്വര്യയുടെ പേരിൽ എഴുതി കൊടുക്കുമ്പോ ഒരു നിമിഷം എന്നെ ആനന്ദേട്ടനെ നീ ഓർക്കാത്തതെന്താ? ഇനി ഞാനും ആനന്ദേട്ടനും എന്റെ മക്കളും ഇവിടെ ഐശ്വര്യയുടെയും സുരഭിയുടെയും ആട്ടും തുപ്പും കേട്ട് കഴിയണോ അല്ലേ? കിട്ടില്ല, അതിനെന്നെ കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. പിന്നെ വസുന്ധര ഉണ്ടാവില്ല. എല്ലാരും ഓർത്തോ. ആനന്ദേട്ടൻ വന്നേ. ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ സൂക്ഷിച്ചോ ശ്യാമേ. മമ്മി, ശ്യാമ, എന്തിനാ ശ്യാമ നീ എന്നെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും വിരോധം സമ്പാദിച്ചത്? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? സാരമില്ല ചേച്ചി, ഒരു നല്ല കാര്യത്തിനല്ലേ. എന്നാലും ശ്യാമ അത് സാരമില്ലെന്നേ, ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, എനിക്കതിലൊന്നും വിഷമില്ല. ശ്യാമ, ശ്യാമേ, ഇത്രയും നാള് ശ്യാമ എന്ത് ചെയ്താലും ഞാനത് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ശ്യാമ നമ്മുടെ കുടുംബത്തിനോ ആർക്കോ ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. പക്ഷെ ശ്യാമേ, പറയാതിരിക്കാൻ പറ്റില്ല, ഇത് കുറെ കടന്ന കൈയായിപ്പോയി. അരുണിന്റെ അശ്വതിന്റെയും നല്ലൊരു ജീവിതത്തിനും ശ്രീകുട്ടിയുടെ സന്തോഷത്തിനും ഒക്കെയാണ് എല്ലാം ശരി തന്നെയാ. പക്ഷേ ഈ വീടുൾപ്പെടെ ഐശ്വര്യയുടെ പേരിലാകാന്ന് പറഞ്ഞ ആർക്കത് ന്യായീകരിക്കാനാവുക? നമ്മുടെയൊക്കെ കാര്യം പോട്ടെ, അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ട ഈ വീട് വെച്ചത്. ഇനിയുള്ള ജീവിതം ഈ വീട്ടിലെ മക്കളും കൊച്ചുമക്കൾക്കൊപ്പം അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കാണില്ലേ അവർക്ക്? എന്തിന്റെ പേരിലായാലും ഇത് നന്നായില്ല ശ്യാമേ. ഐശ്വര്യയുടെ സ്വഭാവം അറിയാലോ. ഇനി അച്ഛനും അമ്മയും എന്നേക്കുമായി ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരില്ലേ? എന്തായാലും ഞാനറിയുന്ന ശ്യാമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ശരിക്കും കഷ്ടമായി പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. അമൃതടുത്തെ, ഇപ്പൊ എനിക്കൊന്നും പറയാനില്ല.
എങ്ങനെയെങ്കിലും അരുണേന്റെ ഡിവോഴ്സ് നടക്കട്ടെ. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്റെ കണ്ണൻ എന്നും എന്നോടൊപ്പം തന്നെ കാണും. ഒടുവിലെല്ലാം നല്ലതായി തന്നെ വരും, സംശയമില്ല. എന്താ ചേച്ചി? അല്ല, കോടതിയിൽ നിന്നും അത്ര പേടിക്കാനൊന്നുമില്ല. നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ടല്ലോ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അഭി, ടെൻഷൻ ആവാതെ, എല്ലാം അഡ്വക്കേറ്റ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തിനാ പേടിക്കുന്നേ? അരുണേട്ടാ, ചേച്ചി ഒന്ന് നോക്കിക്കോണേ, ഞാൻ അഡ്വക്കേറ്റിനെ ഒന്ന് കണ്ടിട്ട് വരാം. ശ്യാമ പോയിട്ടോ. അഭി, ഒരു പ്രശ്നവുമില്ല, താനൊന്ന് സമാധാനമായിട്ടിരിക്കെ. ഒന്നുമില്ല അഭി, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. ആ ശ്യാമ, അപ്പൊ ഓക്കെ, നേരെ കോടതി വെച്ച് കാണാം. ശ്യാമ, അരുണും അശ്വതിയൊക്കെ എത്തിയോ? അവരെവിടെയുണ്ട് സർ? ആ, ഞാൻ മുന്നേ പറഞ്ഞു കേസ് പ്രതികൂലമായി വരാൻ സാധ്യതയുണ്ടെന്ന്. അശ്വതിയുടെ മൊഴി കറക്റ്റ് ആയിരിക്കണം. സർ, അരുണേനും അശ്വതീശയ്ക്കും ഒരു പ്രശ്നം വരാതെ എങ്ങനെയെങ്കിലും ഈ ഡിവോഴ്സ് ഒന്ന് ശരിയാക്കി തരണം. അതിന് ഞാൻ കൂടി സമ്മതിക്കണ്ടേ? അഡ്വക്കേറ്റ് ജോൺസൺ സാമുവലിന് ഇന്ന് അത്ര നല്ല ദിവസം അല്ലല്ലോ. അതെന്താ? ഇന്ന് കോടതിയില് വക്കീല് തലയും കുനിച്ച് ഇറങ്ങി വരുന്ന രംഗം താമസിയാതെ എല്ലാരും കാണും. കോടതിയില് വക്കീലിന്റെ ബുദ്ധിയും തന്ത്രങ്ങളും ഒക്കെ ആവുന്ന നിലയ്ക്ക് പയറ്റിക്കോ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല വക്കീലെ. എതിർപക്ഷത്തെ ഞാനാ, ഐശ്വര്യ. ഇന്ന് ഡിവോഴ്സ് കിട്ടില്ല എന്ന് മാത്രമല്ല, ഒടുവിലെ വാദി പ്രതിയാകും. ശ്യാമേ, എങ്ങും പോവരുത്, ഇവിടെ തന്നെ ഉണ്ടാവണം. അതെന്തിനാണെന്നല്ലേ പറയാം. കോടതി ഇന്ന് അരുണിനെ അശ്വതിയെയും ജയിലിലേക്ക് അയക്കുന്നതൊന്ന് നേരിട്ട് കാണാൻ. മനസ്സിലായോ? ശരി വക്കീലെ. ശ്യാമേ, അപ്പൊ താമസിയാതെ കോടതി കാണാം. ഓക്കെ?
അരുൺ ഡിവോഴ്സിന് തയ്യാറാണോ? തയ്യാറാണ്. ഡോക്യുമെന്റ്സ് പരിശോധിച്ചതനുസരിച്ച് ഐശ്വര്യയ്ക്ക് കിട്ടാനുള്ള ജീവനാംശമെല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ഐശ്വര്യ ഡിവോഴ്സിന് തയ്യാറാണോ? തയ്യാറല്ല. യുവർ ഓണർ, 251 പവൻ സ്വർണം കിട്ടാനുണ്ട്. എന്ത് ഫൂളിഷ്നെസ് ആണ് അഡ്വക്കേറ്റ് പറയുന്നേ? ആനന്ദ നിലയത്തിലെ സ്വത്തിന്റെ പകുതി കൂടാതെ 75 ലക്ഷം രൂപ ഐശ്വര്യയുടെ പേരിലായി. ഈ തുക കടമായി കൊടുത്തിരുന്നതായ ഒരു തെളിവും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എനിക്ക് എന്റെ അരുണിനെ വേണം. ഡിവോഴ്സ് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല, അത്ര തന്നെ. ഐശ്വര്യ മിണ്ടാതിരിക്കുക, കോടതിയാണ്. ഒന്ന് പോയ വക്കീലേ, കോടതിയാണെന്ന് പറഞ്ഞ് എനിക്ക് പറയാനുള്ളത് പറയണ്ടേ? അങ്ങനെ ഇപ്പോ ശ്യാമ ജയിക്കണ്ട, അശ്വതി അരുണിനൊപ്പം സുഖിച്ച് ജീവിക്കണ്ട. ഞാൻ സമ്മതിക്കില്ല.